رمضان رمضان ليتك دوما قريب. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മഹാനായ സ്വഹാബി അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഒരു സങ്കടം പറയുന്നുണ്ട്. പ്രവാചകരെ, മുശ്രിക്കീങ്ങളോട് ആദ്യമായി താങ്കൾ പോരാടിയ ബദർ എന്ന യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബെങ്ങാനും എനിക്കൊരവസരം തരികയാണെങ്കിൽ ലയറയന്നല്ലാഹു മാ അസ്ന, ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് അള്ളാഹു കാണുക തന്നെ ചെയ്യുമെന്നാണ്. അദ്ദേഹം ഇനിയൊരവസരം നന്മയ്ക്ക് വേണ്ടി കിട്ടിയാൽ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുമെന്ന് റഹ്മാനായ റബ്ബിനെ സാക്ഷി നിർത്തി മുന്നോട്ട് പോവുകയാണ്. വർഷമൊന്ന് കഴിഞ്ഞ് ഉഹദിൻ്റെ സമയം വന്നെത്തി. അദ്ദേഹം ഉഹദിൻ്റെ അരികിലേക്ക് നടന്നെടുക്കുന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉഹദിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി അജിദു റീഹൽ ജന്നതി ദൂനൽ ഉഹദ്. ഉഹദിൻ്റെ ഭാഗത്തു നിന്നും സ്വർഗത്തിൻ്റെ പരിമളം ഞാൻ അനുഭവിക്കുന്നു എന്നാണ്. അദ്ദേഹം സ്വർഗത്തിനുള്ള അവസരമായിക്കൊണ്ടത് കണ്ടു. അതിലേക്ക് ഇറങ്ങി ശക്തമായ യുദ്ധം അദ്ദേഹം കാഴ്ചവെച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം അവിടെ ഷഹീദാവുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള മയ്യത്തുകൾ പരിശോധിക്കുമ്പോൾ 80 ചില്ലാനം വെട്ടുകളും കുത്തുകളുമേറ്റ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൃതദേഹം കാണുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തുമെന്ന് മനസ്സ് തട്ടി ലക്ഷ്യം വെച്ച് നെയ്യത്ത് വെച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ആ അവസരം വന്നു കിട്ടിയപ്പോൾ ഏറ്റവും നന്നായി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ പ്രശംസിച്ച് 7ാം ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, മിനൽ മുഅ്മിനീന, ഉണ്ട് ചില കൂട്ടർ വിശ്വാസികളിൽ. ആരാവർ? റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിന് നൽകിയ വാഗ്ദാനങ്ങൾ സത്യപ്പെടുത്തിയ ചില ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വിശുദ്ധമായ റമളാനിൻ്റെ പോരിശകൾ പലതവണ കേട്ടപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് ആഗ്രഹിച്ചവരായിരുന്നു, അല്ല അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല അടിമകൾക്കും കൊടുക്കാത്ത മഹനീയമായ ഒരു സുന്ദരമായൊരവസരത്തെ, നന്മയുടെ മേഖലയിൽ മുന്നോട്ടു പോകാൻ, സ്വർഗവഴിയിൽ കുതിച്ചു ചാടാൻ ഏറ്റവും സുന്ദരമായ അവസരത്തെ നമുക്കൊരു തവണ കൂടെ നൽകി. 5 നോമ്പും പൂർത്തീകരിച്ച് 6ാമത്തേതിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നമ്മളൊക്കെ റബ്ബിനോട് പറഞ്ഞ ആ ഒരു പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിൽ വരുന്നുണ്ടോ? നന്മക്കുള്ള അവസരങ്ങൾ ഇത്ര ഇനി കിട്ടുകയില്ല എന്ന് പരിപൂർണമായ ബോധ്യവും ഉണ്ടായിട്ടും ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുന്നവരിൽ നമ്മളുണ്ടോ? ഇന്ന് നമ്മുടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം എവിടെ എത്തി നിൽക്കുന്നു? ഒരു തവണയെങ്കിലും ഖത്തം തീർക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം 20 പേജ് കഴിയണമല്ലോ. 5 നോമ്പ് കഴിയുമ്പോൾ 100 തവണ 100 പേജ് നമ്മുടെ ഖത്തമുൽ ഖുർആൻ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. സ്വതക്കകൾക്ക് എമ്പാടും അവസരങ്ങളുണ്ട്. അതിലേക്കൊരു സ്വതക്കയുടെ വിഹിതം മാറ്റിവെക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലം നമ്മൾ പലവരും കേട്ടതാണ്. സ്വതക്കക്കുള്ള അവസരമുണ്ടായിട്ടും വിശുദ്ധ റമളാനിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? റഹ്മാനായ റബ്ബിലേക്ക് കൂടുതലൊന്ന് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നാം പകർത്തുകയും പാലിക്കുകയും നോമ്പെന്ന ആ ഒരു കനമുള്ള ആരാധന നിർവഹിക്കുന്നതിലൂടെ നാം നേടേണ്ട ആ ഒരു ലക്ഷ്യങ്ങൾ പൂവണിയിക്കുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ അവസരം നമുക്കൊരിക്കലും നഷ്ടമാകാൻ പാടില്ല. റമളാൻ 30 ഇതാ എന്ന് പറയുമ്പോഴേക്കും കഴിയും. 30 പിന്നിട്ട് ഈദുൽ ഫിത്തറിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. എനിക്ക് കിട്ടിയ അവസരത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ
ഞാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതല്ല അന്ന് ഒരു ഖേദത്തിന് അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്കൊരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇനിയുള്ള രാപ്പകലുകളെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് നന്മയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് മുൻഗാമികളുടെ ചരിത്രത്തെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത്. റഹ്മാനായ റബ്ബ് അവസരങ്ങളെ ഏറ്റവും നന്നായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊതിക്കുവാനുള്ള വലിയ തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رمضان